ലൈഫ് മിഷൻ കോഴക്കേസിൽ ഇഡി കസ്റ്റഡിയിലുള്ള യൂണിടാക് MD സന്തോഷ് ഈപ്പനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വിശദാംശങ്ങളുമായി അജി കുഞ്ഞുമോൻ ചേരുന്നു. അജി, സന്തോഷ് ഈപ്പനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇപ്പോൾ കസ്റ്റഡിയിലാണ്. അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ നടപടികളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം UV ജോസ് അടക്കം അദ്ദേഹത്തിനോടൊപ്പം ഇരുത്തിക്കൊണ്ട് ചോദ്യം ചെയ്യൽ നടപടികൾ നടത്തിയിരുന്നു. ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയാണ്. വിശദാംശങ്ങൾ എന്തൊക്കെ? ഭദ്ര, ഈ UV ജോസിനെ ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു. ഒപ്പം തന്നെ UV ജോസിനെ ചോദ്യം ചെയ്തത് ഈ സന്തോഷ് ഈപ്പനെ ഒപ്പം ഇരുത്തിക്കൊണ്ടാണ് ചോദ്യം ചെയ്തത്. ലൈഫ് മിഷൻ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ഈ UV ജോസിൽ നിന്ന് കിട്ടിയെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. സന്തോഷ് ഈപ്പൻ ഈ കേസിലെ ഒന്നാം പ്രതിയാണ്. അതുകൊണ്ട് തന്നെ സന്തോഷ് ഈപ്പന്റെ അറസ്റ്റ് നമ്മൾ പ്രതീക്ഷിച്ചതുമാണ്. നേരത്തെ തന്നെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുകയും ഒപ്പം തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. കേസിലെ 6ാം പ്രതിയായ M ശിവശങ്കർ ഇപ്പോഴും EDയുടെ കസ്റ്റഡിയിൽ റിമാൻഡിൽ ഇപ്പോഴും കഴിയുന്ന ഒരു സാഹചര്യമാണ്. ഈ ലൈഫ് മിഷൻ കോഴക്കേസുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ ED ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ഏറ്റവും പുതിയതായി പറയാനുള്ളത് ഈ UV ജോസിനെതിരെ വലിയ രീതിയിലുള്ള തെളിവുകൾ EDയുടെ പക്കൽ കിട്ടിയിട്ടുണ്ടെന്നും UV ജോസിനെ കുരുക്കാവുന്ന രീതിയിൽ, അതായത് UV ജോസിനെ അറസ്റ്റിന് വരെ സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു പുതിയ വിവരവും ലഭിക്കുന്നുണ്ട്. കാരണം ഈ UV ജോസിന് വിനയായി മാറിയത് കുറച്ച് മെയിലുകൾ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക മെയിലിൽ നിന്നും പോയിരുന്നു. അത് അദ്ദേഹത്തിന് തന്നെ വിനയായി എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറയുന്നത്. ഈ നേരത്തെയും ശിവശങ്കറിനെയും ഒപ്പം തന്നെ UV ജോസിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു. ഈ ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട ലൈഫ് മിഷൻ CEO ആയിരുന്ന UV ജോസ് അന്ന് പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ശിവശങ്കറിൻ്റെ അറിവോടുകൂടിയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് ഫയൽ ഒപ്പിട്ടത്. ഇക്കാര്യങ്ങളെല്ലാം അറിയാവുന്നത് M ശിവശങ്കറിനാണ്. ശിവശങ്കർ പറഞ്ഞിട്ടാണ് റെഡ് ക്രസന്റുമായുള്ള കരാറിൽ താൻ ഒപ്പിട്ടതെന്നാണ് ലൈഫ് മിഷൻ CEO ആയിരുന്ന UV ജോസ് പറഞ്ഞിരുന്നത്. ഇത് ഈ UV ജോസിനെ രക്ഷിക്കുകയും ഒപ്പം തന്നെ ശിവശങ്കറിനെ കൊടുക്കുന്ന ഒരു മൊഴിയായിരുന്നു. എന്നാൽ സന്തോഷ് ഈപ്പന്റെയും ഒപ്പം തന്നെ ഈ UV ജോസിനെ ഒപ്പം ഇരുത്തി ചോദ്യം ചെയ്തപ്പോൾ സന്തോഷ് ഈപ്പൻ UV ജോസിന് എതിരായി മൊഴി നൽകുന്ന ഒരു സാഹചര്യം, അത് UV ജോസിന് തിരിച്ചടിയായി എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ പറയാം. ഇന്ന് സന്തോഷ് ഈപ്പനെ ഇന്ന് പ്രത്യേക സാമ്പത്തിക കുറ്റങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതിയിൽ, കലൂരിലുള്ള പ്രത്യേക FML കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഒരുപക്ഷെ വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനുള്ള എല്ലാ സാധ്യതകളുമാണ് ഉള്ളത്. സന്തോഷ് ഈപ്പനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുവാനുള്ള എല്ലാ സാധ്യതകളുമാണ് ഇപ്പോൾ കാണുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യാനായിരിക്കും ഇതിനുള്ള നീക്കങ്ങൾ നടക്കുക. ഭദ്ര. ശരി അജി, ലൈഫ് മിഷൻ കേസിൽ ED കസ്റ്റഡിയിലുള്ള യൂണിടാക് MD സന്തോഷ് ഈപ്പനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വിശദാംശങ്ങൾ നൽകിയത് അജി കുഞ്ഞുമോൻ.